ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. റവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, കൂടെ അടിപൊളിയായിട്ടുള്ള 2 ചമ്മന്തിയും. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എത്ര റവ എടുക്കുന്നോ അത്രയും തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണേ. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു പിടി മല്ലിയില അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. മല്ലിയില ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് നന്നായിട്ട് വെള്ളം വേണ്ടി വരും. മോരും വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് കിട്ടേണ്ടത്. ഞാനിവിടെ 5.25 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോ കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കണം. നല്ല ലൂസ് ആയിട്ടുള്ള പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കാം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് മാവ് കുറുകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദോശ കിട്ടത്തില്ല. ഇനി മാവ് എങ്ങനെയാണ് കോരി എടുക്കേണ്ടതെന്നോടെ കാണിച്ചു തരാം. സാധാരണ ദോശ പോലെ തവി കോരി ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് മാവിന്റെ താഴ്ഭാഗവും കൂടെ ഒന്ന് കലങ്ങുന്ന രീതിയിൽ കോരി എടുക്കുകയാണ് വേണ്ടത്. റവ അടിഭാഗത്ത് വന്ന് അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ രീതിയിൽ കോരി എടുക്കണമെന്ന് പറയുന്നത്. ഇനി ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക് പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലേശം എണ്ണയും തടവിയിട്ടുണ്ട്. മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നെറ്റിന്റെ കണ്ണികൾ പോലാണ് ഈ ദോശ കിട്ടേണ്ടത്. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ തന്നെ ഈ ഷേപ്പ് കിട്ടിയെന്ന് വരത്തില്ല. 2-3 പ്രാവശ്യമൊക്കെ ആവുമ്പം ശരിയായിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. സാധാരണ ഈ ദോശ 2 സൈഡും മറിച്ചിട്ട് ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഉൾവശമൊക്കെ ഒന്ന് വേവുന്നത് പോലെ മുരിച്ചെടുക്കണം. ഇപ്പൊ ഈ ദോശ ആയി വന്നിട്ടുണ്ട്. എടുത്തു മാറ്റാം. അടുത്ത ദോശ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ദോശ ഉണ്ടാക്കി എടുക്കുമ്പം 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. പാനിന് നല്ല ചൂട് വേണം, അല്ലെങ്കിൽ ദോശ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കിട്ടത്തില്ല. മാവ് ഒഴിക്കുന്നത് ഒരു ലേശം പൊക്കത്തിൽ നിന്നായിരിക്കണം, അതായത് തവി കൊണ്ട് ഒഴിക്കുന്നത് പോലെ
അടുക്കൽ ചെന്ന് അങ്ങനെ ഒഴിക്കരുത്. ഒരു ലേശം ഒന്ന് പൊക്കി വേണം മാവ് ഒഴിക്കാനായിട്ട്. ആദ്യം പാനിന്റെ സൈഡില് വട്ടത്തില് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നടുഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ദോശ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് മുകൾ ഭാഗത്ത് ഒരു ലേശം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള റവ ദോശ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഈ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാൻ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിത് നെറ്റ് പോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ചമ്മന്തി തന്നെയാണ്, തേങ്ങാ ചമ്മന്തി. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും വെള്ളവും കൂട്ടി അരച്ചെടുക്കാം. ചമ്മന്തി നല്ല ലൂസായിട്ട് വേണമെന്നുള്ളവർ കൂടുതൽ വെള്ളം ചേർക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി അരിഞ്ഞതോട് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽ മുളക് കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചട്നി ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചട്നിയും കൂടെ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കൈപ്പിടി പുതിനയില എടുത്തു വെച്ചിട്ടുണ്ട്. 1 കൈപ്പിടി മല്ലിയില, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വലിയ വെളുത്തുള്ളിയുടെ 1/3 ഭാഗം മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തൈര് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇപ്പം അടിപൊളിയായിട്ടുള്ള പുതിനയില ചട്നി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഈ ദോശയ്ക്കാണെങ്കിൽ സൂപ്പർ കോമ്പിനേഷനുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ദോശയും ഈ ചട്നിയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.